ഈ കാണുന്നത് പോലെ ഇറാന്റെ ഭൂപടമാണിത്. ഇറാൻ കൃത്യമായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കാണുന്നു. ഇറാൻ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ GCC രാജ്യങ്ങളാണ്. എല്ലാ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളും ഇറാനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നോക്കുക, ഇവിടെയാണ് ഖത്തറിന്റെ സ്ഥാനം. അത് ഒരു ദ്വീപ് രാജ്യമാണെന്ന് നമുക്കറിയാം. ഒമാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ബഹ്റൈൻ ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. പിന്നീട് വീണ്ടും വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുവൈറ്റും ഇറാഖും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന GCC രാജ്യങ്ങളെല്ലാമായി വളരെ ചെറിയ അകലം മാത്രമേ ഇറാനിൽ ഉള്ളൂ എന്ന് നമുക്ക് കാണാം. ഈ കടലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വിമാനങ്ങൾക്കോ അല്ലെങ്കിൽ ഡ്രോണുകൾക്കോ വളരെ എളുപ്പത്തിൽ, അതായത് നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെയൊക്കെ ഏറ്റവും ഷോർട്ടസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 33 കിലോമീറ്റർ മാത്രമാണ്. അതായത് ഒരു നഗരത്തിൽ മറ്റൊരു നഗരത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്നൊക്കെ പോകുന്ന അത്രയും ദൂരമേ ഈ കടലിടുക്കിലുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ക്രോസ് ചെയ്ത് വരാം. അപ്പോൾ വന്നിരിക്കുന്നത് ഖത്തറിനെ, നേരത്തെ പി ജെയിംസ് പറഞ്ഞതുപോലെ ഖത്തറിനെ ആക്രമിക്കാനല്ല ഇപ്പോൾ ഇറാൻ വന്നിരിക്കുന്നത്. ഇറാന്റെ ഡ്രോണുകളോ അല്ലെങ്കിൽ മറ്റു മിസൈലുകളോ ഒന്നും വന്നിരിക്കുന്നത് ഖത്തറിനെ ആക്രമിക്കാനല്ല, മറിച്ച് ഖത്തറിന്റെ ഏറ്റവും ഔട്ട്സ്കേർട്ടിലുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡെസേർട്ട് എന്ന് പറയാം, ഖത്തറിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തുള്ള അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ അൽ ഉദൈദ് എന്ന് പറയുന്ന മിലിറ്ററി ബേസ് ആക്രമിക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ് 1996 അമേരിക്ക ഖത്തറിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ പറയുന്ന ദോഹയിലെ അൽ ഉദൈദിൽ ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രമാണ്. ഈ സെൻട്രൽ കമാൻഡിന്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അമേരിക്ക ഏകോപിപ്പിക്കുന്നത് ഇവിടെ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരു 24 ഹെക്ടർ സ്ഥലത്താണ് ഈ അമേരിക്കയുടെ അൽ ഉദൈദിലെ ഈ സേനാ താവളം ഉള്ളത്. അതിനെ ആക്രമിക്കുക വഴി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സേനാതാവളം ആക്രമിക്കുക വഴി കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ നൽകുന്നു ഇറാൻ എന്ന് വേണം ഇതിനെ വായിച്ചെടുക്കാൻ. ഇപ്പോഴൊരു വലിയ മാസീവ് അറ്റാക്ക് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒന്ന് പേടിപ്പിക്കുക, അതായത് നമുക്ക് കഴിയും, ഇതിനൊക്കെ കഴിയുമെന്ന്, മാത്രമല്ല നിലപാടിന് പിന്നോട്ടില്ല എന്ന് കൃത്യമായി ഇറാൻ വ്യക്തമാക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തിരിച്ച് നമുക്ക് വീണ്ടും ഇതിനെ സൂമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ, നേരത്തെ കുവൈറ്റിലടക്കം ഇറാഖിലടക്കം ആക്രമണ ശ്രമങ്ങളുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ പ്രോക്സിമിറ്റിയാണ്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനുമായി വളരെ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ പറയുന്നത് പോലെ ഹോർമൂസ് കടലിടുക്ക് അത് അടയ്ക്കുക വഴി നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു പ്രതിരോധം, അത് ഇറാന്റെ മറ്റൊരു വെപ്പണാണെന്ന് നേരത്തെ പറഞ്ഞതാണ്. അവസാന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇറാൻ കടക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ അതുപയോഗിച്ചുകൊണ്ട് ഇറാൻ കളിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഭീതിയിലോ ആശങ്കയിലോ ഒക്കെ ആവുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് മേലും അമേരിക്കയും മേലൊക്കെ ഉണ്ടാകും. അതുകൂടി ഒരുപക്ഷെ ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു സമാധാന പാത തുറന്നു വരാം, അല്ലെങ്കിൽ നെഗോഷിയേഷൻ ഉണ്ടാവാം. ഇതൊക്കെ ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പി ജെയിംസ് പറഞ്ഞതുപോലെ റഷ്യയുമൊക്കെ ഇറാനുമായി കൂട്ടുകൂടുന്നുണ്ട് ഒരു ഭാഗത്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഇറാൻ, റഷ്യ, ചൈന അങ്ങനെ രാജ്യങ്ങൾ നിൽക്കുന്നു, മറുഭാഗത്ത് അമേരിക്കയുണ്ട്, ഇസ്രായേലുണ്ട്. അങ്ങനെ ആ സഖ്യകക്ഷികൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ GCC രാജ്യങ്ങളെ കൂടി ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്. GCC രാജ്യങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി പരോക്ഷമായി ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായ മുന്നറിയിപ്പ് ഇത്തരം രാജ്യങ്ങൾക്ക് നൽകുന്നുമുണ്ട്. ഇത്തരം നീക്കങ്ങളിലൂടെ ഒരു സ്വാഭാവികമായ ഒന്നിനു പിറകെ ഒന്നായി വന്ന 100 കണക്കിന് ഡ്രോണുകൾ ഖത്തറിന്റെ ആകാശത്തേക്ക് വരിക, ഇറാനിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്വാഭാവിക തന്നെയാണ്. മാത്രമല്ല ഒരു ആക്രമണ ലക്ഷ്യത്തോടു കൂടി വരുന്നതാണ് നമ്മൾ കാണുകയും ചെയ്തത്. നിലവിൽ മറ്റ് ഖത്തറിലെയോ അല്ലെങ്കിൽ ബഹ്റൈനിലോ ഉള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള പൗരന്മാർക്കൊന്നും അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാർക്കോ യാതൊരു ത്രറ്റോ ഭീഷണികളോ ഒന്നുമില്ല. അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. യുണൈറ്റഡ് അറബ് UAE-യിലും അതോടൊപ്പം ബഹ്റൈനിലും ഖത്തറിലും കുവൈറ്റിലും ഇറാഖിലും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അവയെ ലക്ഷ്യം വെച്ചായിരിക്കും ഇറാന്റെ നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഒന്ന് പേടിപ്പിക്കുക, ഒരു നെഗോഷിയേഷനുള്ള വഴി GCC രാജ്യങ്ങളെ കൂടി ഈ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ സംഘർഷങ്ങളിലേക്ക് കൊണ്ടുവരിക വഴി ഇറാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്.